ഈ കാണിക്കുന്നത് ഒമാൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. ഫസ്റ്റ് ഡേ തൊട്ട് വീഡിയോസ് എടുത്ത് തുടങ്ങണം എന്നുണ്ടായിരുന്നു. പക്ഷേ വന്ന അന്ന് വെളുപ്പിന് ഒരു 5:30 ആയതുകൊണ്ട് തന്നെ നമ്മൾ നേരെ കയറി കിടന്നുറങ്ങി. പിന്നെ അന്ന് ഫുഡ് ഫുൾ നമുക്ക് പുറത്തുനിന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ റൂം മൊത്തത്തിലൊരു മെസ്സായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന ഐറ്റംസും നമ്മുടെ ബാഗും ലഗേജും എല്ലാം കൂടി നമുക്ക് മൊത്തത്തിൽ റൂം ഒരു അലങ്കോലമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ടൈമിൽ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാനായിട്ട് സാധിച്ചില്ല. നെക്സ്റ്റ് ഡേ മോർണിംഗ് കണ്ടോ ഞാൻ ക്ലിപ്പ് എടുക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 7:15 ആയിട്ടുണ്ട് കേട്ടോ. 7:15 ആകുമ്പോഴത്തേക്കും തന്നെ നല്ല പ്രകാശമായിരിക്കും, നല്ല വെയിൽ തുടങ്ങും. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെയിലുണ്ടാവും കേട്ടോ. നമുക്ക് പകലൊന്നും പുറത്തേക്ക് ഇറങ്ങുന്നതിനെ പറ്റി നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. പിന്നെ വണ്ടിയൊക്കെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അല്ലാണ്ട് നമുക്ക് പുറത്തൊന്ന് നടക്കാനൊക്കെ പോകാമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്നും പോസിബിൾ അല്ല. അത്രയും ഇവിടുത്തെ ഹ്യൂമിഡിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പം ഞാൻ രാവിലെ ചായക്കൊക്കെ വെച്ച ശേഷം പുട്ടിന് നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടിയില്ലേ, അതാണ് നമുക്കിപ്പോൾ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അരിപ്പൊടിയൊക്കെ ഇവിടുത്തെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ കിട്ടും, പക്ഷെ നമ്മൾ അത് മേടിച്ചിട്ടില്ല. അപ്പോൾ ഇത് നമ്മൾ നനച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ തിരുമ്മി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല പുട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു പുട്ടുപൊടിയാണ് നമ്മളിവിടെ യൂസ് ആക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്കും ചായ തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ചായ അരിച്ചിട്ട് ഞാനും ഹസ്ബൻഡും ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ മാക്സിമം പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് പാത്രങ്ങൾ മേടിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര അഫോർഡബിൾ അല്ല. പിന്നെ നമുക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് സാധനങ്ങൾ, തേയില, പഞ്ചസാര, അരിപ്പൊടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കലേ നടക്കത്തുള്ളൂ. മാക്സിമം എനിക്ക് യൂസ് ആക്കേണ്ട എല്ലാ പാത്രങ്ങളും ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉലുവ, കടുക്, ജീരകം, മസാല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ, മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ മാക്സിമം നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ലഗേജിന്. പിന്നെ നമ്മൾ അതുകൊണ്ട് തന്നെ മിക്ക സാധനങ്ങളും എനിക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വന്നിട്ടോ. അങ്ങനെ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം കുറേ ദിവസമായിട്ട് പനിയും കാര്യങ്ങളായിട്ട് തന്നെ അകത്തിരിപ്പാണ്. അപ്പോൾ വരുന്നതിന് മുന്നേ തന്നെ പനി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അകത്തിരുന്ന് ബോറടിച്ചപ്പോൾ ഞാനൊന്നും അങ്ങനെ പുറത്ത് കൊണ്ടുപോകുമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഒന്ന് പുറത്ത് പോയതാട്ടോ. മിക്ക സ്ഥലങ്ങളും കാണാനായിട്ടൊക്കെ അങ്ങനെ പോയതാണ്. അപ്പം നിലവിൽ മോനിക്ക് നല്ല പനിയുള്ള ടൈമിലാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പം അൽഹംദുലില്ലാ ആളൊന്ന് ബെറ്ററായി വരുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ കാണാനുണ്ട്. പിന്നെ നമ്മൾ റൂമിൽ തന്നെ ഇരിപ്പാണ്. അപ്പം മോനിക്കും ആ ഒരു സങ്കടമുണ്ട് റൂമിൽ തന്നെ ഇരുന്നിട്ട്. അങ്ങനെ ഒന്ന് പുറത്തൊക്കെ പോയി ഒരുപാട് സ്ഥലങ്ങൾ കണ്ടു കേട്ടോ. മിക്ക സ്ഥലങ്ങളുടെ പേരൊക്കെ ഞാൻ പഠിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ടു. പിന്നെ ആൾക്ക് ഇതിൻ്റെ കാല വർക്കും കാര്യങ്ങളും ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ അത് ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആളൊരു ഷോപ്പിൽ കയറിയപ്പോൾ അവിടെ നിന്ന് കുറേ ഈത്തപ്പഴം കിട്ടി കേട്ടോ. ശരിക്കും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി നല്ല സ്വീറ്റാണ് ഇവിടുത്തെ ഈത്തപ്പഴം. കാരണം ഇത് ഒരുപാട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കൊണ്ടുവന്നിട്ട് റൂംമേറ്റ്സിനൊക്കെ കൊടുത്തു. അപ്പോൾ ഇൻഷാ അല്ലാ ബാക്കി